ഈശ്വര പ്രേമുള്ളവരെ, ഹീലിംഗ് നമ്മുടെ കർത്താവ് എപ്പോഴും കർമ്മനിരതനാണ് കേട്ടോ. കർത്താവ് അങ്ങനെ ഒരു കാര്യത്തെയും മറന്നു കളയുന്നില്ല. അതായത് ഇപ്പോൾ ദൈവം നിങ്ങളോട് ചില പറഞ്ഞ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നൊന്നും ഒരിക്കലും ദൈവം പിന്നോട്ട് പോകുന്നില്ല. നമുക്കത് എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ദൈവം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്നത്, സൗഖ്യപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പം സൗഖ്യപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് സൈക്കോളജിയിലും സ്പിരിച്വാലിറ്റിയിലും രണ്ട് രീതിയിലാണ് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മാനസികപരമായിട്ട് പറയുവാണെങ്കിൽ ഒരു മനുഷ്യന് അമ്മയുടെ വയറ്റിലായിരുന്നപ്പം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിത മേഖലകളിലെല്ലാം, അത് ഇപ്പോൾ എത്ര വയസ്സിൽ നിങ്ങൾ എത്തി നിൽക്കുന്നു ആ വയസ്സ് വരെ നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടാവും. ആ ബാധിച്ച കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും, അതുകൊണ്ട് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഹീൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ സാധാരണ ഒരു മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിലേക്കും സാധാരണ ഒരു സോഷ്യലൈസ് ചെയ്ത് സാമൂഹിക ജീവിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ മെച്ചപ്പെടുത്തുക. പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുക, സക്സസ് ഉണ്ടാവുക, മെൻ്റൽ ഹെൽത്ത് വളരെ ഓക്കെ ആവുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക, നിങ്ങൾക്ക് ആങ്സൈറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ മാനസിക ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക. ആ പ്രോസസ്സിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്പിരിച്വാലിറ്റിയിൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഇന്നർ സെൽഫിനെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ്. നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളുടെ പുറകിലുള്ള കാരണം കണ്ടെത്തുക, എന്നിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ കോള് മനസ്സിലാക്കുക, നമ്മുടെ പർപ്പസ് മനസ്സിലാക്കുക. അപ്പോൾ സൈക്കോളജിയിൽ നിങ്ങൾക്ക് സംഭവിച്ച കാര്യത്തിനെ സൗഖ്യപ്പെടുത്താനുള്ള പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു, അതിനെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുക. സ്പിരിച്വാലിറ്റി വൈ എന്ന കാര്യത്തിനാണ് നിങ്ങൾക്ക് ഉത്തരം തരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അത് മനുഷ്യന്മാർ തന്നെ ചെയ്തതായിരിക്കും. അത് മനുഷ്യന്മാരുടെ തിന്മ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവങ്ങളെ കൊണ്ട് ജീവിതത്തിൽ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിന് ഇപ്പം ഇത് കൺവിൻസിങ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കുന്നവർക്ക് അത്ര രസകരമൊന്നും അല്ല ഈ മറുപടി. പക്ഷെ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളൊക്കെ ഉള്ളത് എനിക്ക് സൈക്കോളജിയിൽ എനിക്കത് ഹീലാവാൻ തെറാപ്പിയും കൗൺസിലിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. പക്ഷെ എൻ്റെ മനസ്സിലപ്പോഴും ഒരു കെട്ടുപിടഞ്ഞ് നടക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് ഇത് അനുവദിച്ചതെന്നൊക്കെ ഉള്ളത് എനിക്കതെല്ലാം എൻ്റെ പർപ്പസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്കിപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ പേഴ്സണൽ കാര്യം എനിക്ക് പറയാമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാര്യമൊക്കെ മനസ്സിലാവും. അപ്പം ഞാൻ അനുഭവിച്ച ആ ഒരു മോശം എക്സ്പീരിയൻസുകളാണ് എന്നിലൊരു പർപ്പസ് ഉണ്ടാക്കിയത്. എനിക്ക് എന്താണ്, എനിക്കൊരു വിഷൻ ഉണ്ടാക്കിയത്, എനിക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള നിയോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, എനിക്ക് ദൈവത്തെ അറിയാൻ പറ്റിയത്, ഞാൻ ജീവിതത്തെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ കാണുന്ന ആളായി മാറിയതിന് പുറകിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ദുരിതങ്ങളാണ്. അപ്പം നല്ല ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം. പക്ഷെ നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ട്രാജിക് മൊമെൻറ്റുകളല്ല. അതിനൊക്കെ പുറകിൽ പിന്നീട് ഒരു കാര്യം മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഒരു വെട്ടം കിട്ടുന്ന പോലെയാണ്. അതൊക്കെ ഇരുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു, പക്ഷെ അതിന് പുറകിൽ ഒരു വെട്ടം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവുകയാണ് സ്പിരിച്വാലിറ്റിയുടെ ഹീലിംഗ് എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റിയിലും സൈക്കോളജിയിലും ഹീലിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ നിങ്ങളുടെ പാർട്ടുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട പാർട്ടുണ്ട്, ദൈവം ചെയ്യുന്ന പാർട്ടുണ്ട്, പിന്നെ ദൈവം അയക്കുന്ന മനുഷ്യരും ചെയ്യുന്ന പാർട്ടുണ്ട്, ദൈവം, പ്രപഞ്ചം, പ്രകൃതി, ഒരു കാറ്റ്, മഴ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞില്ലേ, കാക്കയെ വിട്ട് ഭക്ഷണം കൊടുത്ത, അപ്പം പഴയ നിയമത്തിൽ കാക്കയെ വിട്ട് ഭക്ഷണം കൊടുത്ത കഥയൊക്കെ ഉണ്ട് അല്ലേ. അതുപോലെ കടൽ വിഭജിച്ച കഥയും മത്സ്യങ്ങൾ വന്ന്, അപ്പം അതായത് പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം നിങ്ങളുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി എല്ലാ തരത്തിലും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് പ്രപഞ്ചത്തിലൂടെയും മനുഷ്യരിലൂടെയും മനുഷ്യകുലത്തിലൂടെയും വ്യക്തികളിലൂടെയും സിറ്റുവേഷൻ. ഇനി ഹീലിംഗ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങളെ ദൈവം ഹീലിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ മുമ്പിൽ രൂപപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ മീനിൻ്റെ വെള്ളം മാറ്റണം. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ മീനിനെ കൈകൊണ്ട് പിടിച്ചെടുക്കുന്നു. നിങ്ങൾ അതിനെ പിടിച്ച് ഞെക്കുകയൊന്നും ചെയ്യാതെ പതുക്കെ നമ്മൾ ആ വെള്ളത്തിലേക്ക് അതിനെ ഇടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവില്ലേ. നമ്മൾ പതുക്കെ ഓരോ കാര്യങ്ങളിലേക്ക്, ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് എടുത്ത് ചാടാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പതുക്കെ പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലേ. അങ്ങനെയാണ് ഹീലിംഗ് പ്രോസസ്സ് നടക്കുക. അതല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ആങ്സൈറ്റി ഉള്ള ഒരാളെ പിടിച്ചിട്ട് നമ്മളൊരു ആൾക്കൂട്ടത്തിന് നടന്നുകൊണ്ട് നിർത്തുമല്ല, സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളെ പിടിച്ചിട്ട്, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുകയാണ്. ആ ഒരു കാര്യത്തിലും ദൈവത്തിൻ്റെ ഒരു കാര്യമുണ്ട്. അതായത് ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു വർഷം ഞാൻ ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ ഏതോ ജനുവരി മാസത്തിൽ, ഒരു വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഡിസംബറിലാണെന്ന് തോന്നുന്നു, ഈശോയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇനി എന്താണ് അടുത്ത വർഷത്തിൽ എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താ, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം പറയുന്നത്,
കുറേ മനുഷ്യന്മാരുടെ ഇടയിൽ ഞാൻ നിൽക്കുന്ന പോലത്തെ ഒരു വിഷനാണ് എനിക്കുണ്ടായത്. അപ്പം സ്പിരിച്വാലിറ്റിയിൽ അപ്പം എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സോഷ്യലൈസേഷൻ്റെ ഒരു സൈഡ് കുറവാണ്. എനിക്കുണ്ട്, ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്രയും ആളുകളുടെ ഇടയിൽ നിൽക്കുക, അത്രയും ആളുകളായിട്ട് ഇടപഴകാനൊന്നും ഞാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ അതെൻ്റെ ഡിസിഷനല്ല. ആ വർഷം എനിക്ക്, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിലെല്ലാം എനിക്ക് ചുറ്റും അറിയാതെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവേണ്ടതും അല്ലെങ്കിൽ എനിക്ക് ഇടപെടേണ്ടതും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്കൊരു മാനസികാരോഗ്യ സ്ട്രഗിൾ ഉണ്ട് എന്ന് നമ്മുടെ ദൈവം തമ്പുരാൻ അറിയാം. അപ്പോൾ ആ ദൈവത്തിന് ഓരോ പതുക്കെ നിങ്ങൾ ഓരോരോ കാര്യങ്ങളുടെ മുമ്പിൽ ദൈവം തന്നെ കൊണ്ടുവന്ന് നിർത്തും. അതെനിക്ക് ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു, എന്നെ ഉപേക്ഷിച്ചയാളെ. അപ്പം നമുക്ക് നിരീശ്വരവാദികളൊക്കെ ബ്ലെയിം ചെയ്യണ പോലെ ദൈവമല്ലേ, ദൈവം തന്നെയല്ലേ ഇതൊക്കെ തന്നത്, അങ്ങനെയൊന്നും പറയാനില്ല. ദൈവമല്ല തരുന്നത്, മനുഷ്യന്മാരുടെ പ്രവർത്തികൾ കൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യം, എൻ്റെ മനസ്സിനൊരു മുറിവുണ്ട്, വിഷമമുണ്ടെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. എന്നിട്ട് എന്നെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കർമ്മനിരതനായ ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരപ്പൻ. നമ്മളൊക്കെ കാഴ്ചപ്പാടിൽ എന്താണ്, എത്ര വിളിച്ചിട്ടും കേൾക്കാത്തൊരു ദൈവം. അങ്ങനെ ഒരു ദൈവമല്ല. ഡേ ടു ഡേ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് അപ്പൻ എന്ന് വിളിക്കുന്നത്. അപ്പൻ എപ്പോഴും കണക്റ്റഡ് ആണ് മക്കളായിട്ട്. സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ഒരു ഗാദറിങ്ങിന് പോകേണ്ടി വരുന്നു, പിന്നീട് ചെറിയ കൂട്ടായ്മകൾ പോകേണ്ടി വരുന്നു. അപ്പോഴൊക്കെ ഈ ആദ്യത്തെ തവണ ഹൈ ആങ്സൈറ്റി ഉണ്ടായിരുന്നു, പിന്നത്തെ തവണ കുറഞ്ഞു വരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളെ ഞാനിങ്ങനെ എന്നെ കൊണ്ട് നിർത്തി ദൈവം തന്നെ മാറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ഇത് ഔട്ട് ഓഫ് മൈ ഹാൻഡാണ്. ഇത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യണതല്ല, ഇത് ദൈവം തന്നെ അങ്ങനെ സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ മനസ്സിനൊരു മുറിവുണ്ട്, അത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധനായി നിൽക്കുന്ന ഒരു ദൈവം, അതിനുവേണ്ടി മനുഷ്യരെ, ഇപ്പോൾ ചില മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് കുറേ മെൻ്റൽ റിലാക്സേഷൻ ഉണ്ടാവും. അതുപോലെ കുറേ സിറ്റുവേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ മുഴുവനായിട്ട് നടക്കുന്നതായിട്ട് കാണാം. ഇത് നമ്മുടെ കയ്യിലുള്ള പാർട്ടല്ല, അത് ദൈവം ചെയ്യുന്ന പാട്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പാർട്ട് എന്താണ്? പിടിച്ചു നിൽക്കണം. അതായത് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതാണ് ഞാൻ ഇനി അടുത്ത് വരുന്നത്. ഹീലിംഗ് എന്ന പ്രോസസ്സിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുറിവുകളെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അതൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ആളുകൾ അതിൽ നിന്നും ഓടി ഒളിക്കുന്നത്. അതായത് എനിക്കൊരു മുറിവുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ, ആ മുറിവ് എനിക്കുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ, എനിക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാനൊരു സ്ട്രോങ് അല്ലാത്ത പേഴ്സൺ ആണെന്ന് വിചാരിക്കുമല്ലോ. എനിക്ക് പേടിയുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യുമല്ലോ, എന്നെ കുറ്റപ്പെടുത്തുമല്ലോ. ആളുകളുടെ മുമ്പിൽ ഞാനത് ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ്. എനിക്ക് സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻറ്റ്, എല്ലാവരും ചിലർ വന്നിട്ട് സഹതപിക്കുമല്ലോ, അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അങ്ങനെ അത് നമ്മുടെ ഈഗോയെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കൊരു ഹെൽപ്പ് സീക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈഗോ അവിടെ നമ്മളെ തടയാൻ പാടില്ല. ഇത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് പലപ്പോഴും, അവർക്ക് മാറാൻ പറ്റത്തില്ല. ഭയങ്കര ഈഗോ ഉണ്ടെങ്കിൽ അവരൊരിക്കലും മാറില്ല. അതുപോലെ തന്നെയാണ് ഹീലിങ്ങിലും. ഇപ്പം എനിക്കും ഈ സംഭവം, ഞാൻ കുറേ കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ആവും. നമുക്ക് ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ പല മുറിവുകളും ഇതുവരെ ഉണങ്ങിയിട്ടില്ലെന്നും നമുക്കിപ്പോഴും ഹീലിംഗ് ആവശ്യമുണ്ടെന്നും ഒക്കെയുള്ള തിരിച്ചറിയും. ഇപ്പം ഞാനൊരു 6-7 വർഷമായിട്ട് ഹീലിംഗ് ജേണിയിലാണ്. പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ ഇനിയും ശരിയാവാണ്ടെന്നും, അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്ര സ്ട്രോങ് അല്ല, അങ്ങനത്തെ നമ്മളെക്കുറിച്ചുള്ള, നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടല്ലോ. നമ്മളൊരു കൺഫെഷന് മുമ്പുള്ള റിഫ്ലക്ഷനുകളും ഇങ്ങനെ തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈഗോയെ തകർക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ദൈവം അതൊക്കെ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ മുറിവിനെ, അപ്പോൾ നമ്മുടെ ശരീരം മുറിഞ്ഞെന്ന് വിചാരിക്കുക, നമ്മളത് ആരും കാണിക്കാതെ നാണക്കേടൊക്കെ വിചാരിച്ച് അടച്ചോട്ടോടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയല്ലേ. പക്ഷെ മാനസികമായിട്ട് മുറിവുകൾ, ആ മുറിവ് നമ്മൾ മറ്റുള്ളവർ പറയാം, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം. അപ്പം കൂടെയുള്ള ആളുകൾ നല്ല ആളുകളായിരിക്കണം. അത് നിങ്ങളാണെങ്കിലും നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. അതായത് ഒരാൾ മാനസികമായ സംഘർഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനും, അതൊന്നും പ്രശ്നമില്ല, അതൊന്നും നമുക്ക് മനസ്സിൻ്റെ തോന്നലാണ് എന്നൊക്കെ പറയും. നിനക്ക് എല്ലാവർക്കും ഇപ്പം നമുക്കില്ലേ മനസ്സ്, അങ്ങനെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ആവരുത്. ആ കാര്യങ്ങൾ കേൾക്കണം, പ്രോസസ്സ്. അപ്പം നമ്മൾ എന്ത് പറയണം? ഹെൽപ്പ് ചോദിക്കണം. ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞാൽ ലിറ്ററലി ചോദിക്കുമല്ല, എനിക്കിങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ, അത് നമ്മുടെ സെൽഫിനെ നമ്മൾ ഈഗോ ക്ലാഷ് ആവണ ഒരു പരിപാടിയാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ എന്നാലും നിങ്ങൾ പറയണം. അത് ദൈവം അനുവദിക്കും. നിങ്ങൾ അതിന് സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസ് പറയും. അപ്പോൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേട്ട് കഴിയുമ്പം അവർ നിങ്ങളെ കേൾക്കുന്നു എന്നുള്ള കാര്യം തന്നെ നിങ്ങളെ സുഖപ്പെടുത്തും. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതൊരു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രഗിൾസ് എന്നൊക്കെ പറയുന്ന ഒരു കടൽ പോലത്തെ അനുഭവമാണ്. നമുക്കത്
ഒരാളിൽ നിങ്ങൾക്ക് നീന്താനും അറിയില്ല, അപ്പം നമുക്ക് ബോട്ടും കൊണ്ട് ഒരാൾ വരേണ്ടി വരും ഇത് കടക്കണമെങ്കിൽ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ബോട്ടെടുത്ത് പോയി കടൽ കടക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ പലപ്പോഴും നമുക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. സോ നമ്മൾ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്ത കാര്യത്തിലുള്ള ഒരു ഇത്. പക്ഷെ അത് റൈറ്റ് പേഴ്സണോടും റൈറ്റ് സ്ഥലത്തും ആയിരിക്കണം നിങ്ങളെപ്പോഴും ഈ ഒരു ഹെൽപ്പിന് വേണ്ടി പോകേണ്ടത്. അല്ലെങ്കിൽ അത് തന്നെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് പിന്നെയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഗതിയുടെ മാനസിക ആരോഗ്യം ആണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന മെൻ്റൽ സ്ട്രഗിളുകളാണെങ്കിലും അതിന് സ്പിരിച്വാലിറ്റിയും നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ സഹായിക്കുന്നുണ്ട്, സൈക്കോളജിയും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. സൈക്കോളജി സഹായിക്കുന്നതിൻ്റെ മേഖലകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമുള്ള, അതായത് നിങ്ങൾ മെൻ്റലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺസിലാണ്, ഭയങ്കരമായിട്ട് സ്ട്രഗിളാണ്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആ മനസ്സിനെ കയറ്റി കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങളെക്കൊണ്ട് മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ, അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ നിങ്ങൾ ചിലരോട് ഹെൽപ്പ് ചോദിക്കണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യരോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം. അപ്പോൾ അവർ പറയും, അപ്പോൾ അവരത് കേൾക്കും. അവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. അത് കുറച്ച് മാറ്റങ്ങളായിട്ട് ഓക്കെ ആവാനായിട്ട് സാധിക്കും. ഇനി ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഹീലിംഗ് ജേണിയിൽ ദൈവം, ഞാൻ പറഞ്ഞല്ലോ ആരൊക്കെ അതെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പം ഇനി ഇതിൽ നാണക്കേടിൻ്റെ കുറവ് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യൻ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മൊറാലിറ്റി ഉണ്ട് ഇതിനകത്ത്. ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇമോഷണൽ അറ്റാച്ച്ഡ് ആവുന്നു ചില മനുഷ്യരായിട്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അറ്റാച്ച്ഡ് ആവാൻ പാടില്ലല്ലോ, എനിക്കൊരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്, അപ്പോൾ ഞാൻ അറ്റാച്ച്ഡ് ആവാൻ പാടില്ലല്ലോ. പക്ഷേ ഈ മനസ്സെന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല എങ്കിൽ, അല്ലെങ്കിൽ മനസ്സ് ഭയങ്കര സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന് ശരിയും തെറ്റും അങ്ങനെ കൃത്യമായിട്ട് വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ആ സമയത്ത് സർവൈവ് ചെയ്യാൻ, ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോണ ഒരാൾ കിട്ടുന്ന വള്ളി പിടിക്കുവാണ്. ആ വള്ളി പാമ്പാണോ അത് വള്ളിയാണോ അത് രക്ഷപ്പെടുത്തുമോ എന്നറിയില്ല. ആൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്തു പോയ ചില മിസ്റ്റേക്കുകൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുപോയ പല കാര്യങ്ങളുടെയും പുറകിൽ സർവൈവൽ ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളായിരിക്കും. നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുങ്ങിപ്പോകുന്ന മനസ്സിനൊന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളായിരിക്കും. നിങ്ങൾ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ മാനസിക സംഘർഷങ്ങളുടെ ഒരു ഔട്ട്കമാണ് പലപ്പോഴും. അതല്ലാതെ ശരിക്കുള്ള പ്രണയമൊന്നും ആയിരിക്കണമെന്നില്ല. അതുണ്ടാവാം, അതൊരു മെച്യൂർഡ് മൈൻഡിൽ നിന്ന് മാത്രമേ ഒറിജിനൽ ലവ് ഉണ്ടാവുന്നുള്ളൂ. മറ്റതൊക്കെ ഈ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് ഇമോഷണൽ കണക്ഷനുകൾ ഉണ്ടാവുന്നതാണ്. അപ്പം ഈശോയിൽ പ്രിയമുള്ളവരെ, ഹീലിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. സ്പിരിച്വാലിറ്റിയിലും സൈക്കോളജിയിലൂടെയും ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ട പാട്ട് നിങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചോദിക്കണം. നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ആളുകളെ വിളിച്ച് സംസാരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയണം. നിങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ കുറേ മാറ്റങ്ങളുണ്ടാവും. പിന്നീട് നിങ്ങൾ സ്റ്റേബിൾ ആവണ വരെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ ഓർക്കണം. ഇനി നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ കേൾക്കുന്ന ഒരാളായും ഹെൽപ്പ് ചെയ്യുന്ന ഓരോളായും നിങ്ങൾ മാറണം. ജഡ്ജ് ചെയ്യാതെ അവരെ കേൾക്കണം. അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ വിചാരിച്ചു ഒരു 2017 തുടങ്ങിയ ഹീലിംഗ് ജേണിയാണ് 2026 അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 വർഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹീലിംഗ് ജേണിയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് ഞാൻ ഹീൽഡ് ആയി എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പല കാര്യങ്ങളും ഏറ്റെടുക്കുന്നതും. പക്ഷേ ഹീൽഡ് ആയി നമുക്ക് തോന്നിയാലും ചില സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മളത് ട്രിഗർ ചെയ്യും. നമ്മൾ പിന്നെയും ചൈൽഡ്ഹുഡിലേക്കും ട്രോമ ഇവൻറ്റ്സിലേക്കും സംഭവിച്ച കാര്യങ്ങളിലേക്കൊക്കെ മടങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ പിന്നെയും ആ ഒരു മെമ്മറീസ് നമ്മുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ദൈവം ഇങ്ങനെ തന്നെയാണ് ഹീൽ ചെയ്യിപ്പിക്കുന്നത്. അതായത് ട്രിഗർ ആവുന്നു, സിറ്റുവേഷനിലേക്ക് പോകുന്നു, ആ സിറ്റുവേഷനിൽ നിന്ന എന്നെ ഞാൻ കണ്ടുമുട്ടുന്നു, ആ എന്നെ ഞാൻ ആശ്വസിപ്പിക്കുന്നു, ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നു. ഒരു റിവൈൻഡ് വെച്ച് നമ്മുടെ മൈൻഡ് ഒരു റിവൈൻഡ് ബട്ടൺ ഞെക്കിയിട്ട് ആ ചൈൽഡ്ഹുഡിലേക്ക് പോയിട്ട് അവിടെ കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവിടെ സോൾവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും സോൾവ് ആവും. അവിടെ എങ്ങനെ സോൾവ് ആവുന്ന മെൻ്റലി നമുക്ക് ആ നടന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടാക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പോഴും എൻ്റെ ഹീലിംഗ് ജേണി തന്നെ ദൈവം വളരെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ദൈവം വളരെ കർമ്മനിരതനായി എന്നെ സൗഖ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയും ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നമ്മളൊക്കെ മാനസികാരോഗ്യമുള്ളവരാക്കണമെന്നും എന്ന് വിചാരിച്ച് നമ്മുടെ കോളിൽ നിന്ന് ഡിഫറെൻ്റ് ആവണമെന്നും, ദൈവത്തിന് നിങ്ങളെ സന്തോഷിക്കേണ്ടെന്നോ സമാധാനിക്കേണ്ടെന്നോ അല്ല ദൈവം ആഗ്രഹിക്കുന്ന ഒരാളല്ല. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം, ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണണം, ആത്മവിശ്വാസത്തോടെ നേരിടണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങളെയും ദൈവം സൗഖ്യത്തിൻ്റെ യാത്രയിൽ കൂടെ നടന്ന് സഹായിക്കട്ടെ. നിങ്ങളെ ദൈവം എത്രയും പെട്ടെന്ന് സൗഖ്യപ്പെടുത്തട്ടെ.
നിങ്ങളെ ദൈവം സൗഖ്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് ഒരു പ്രോസസ്സാണ്, ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയമെടുക്കും. എന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കട്ടെ. നിങ്ങൾക്കത് ജീവിക്കാൻ പറ്റട്ടെ. എങ്ങനെയും ജയിച്ചാൽ മതി എന്നല്ല, ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. ദൈവം അനുഗ്രഹിക്കട്ടെ.